സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആകുകയും അങ്ങനെ വയലന്റായ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിൻ്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയം അതല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തൻ്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കഴിച്ചത്. മറിച്ച് അനസ് മൗലവിൻ്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആകുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിൻ്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെക്കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ച് കിടന്ന സ്ത്രീ പുരുഷന്മാരെ ഇണക്കിവിട്ട കഥകളും ആലിൻ്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്.